എന്നാൽ ചില ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റീൽസൊക്കെ ഒത്തിരി വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവേ. എന്നിട്ട് അവർ പക്ഷേ റീൽസൊന്നും പ്രിപ്പയർ ചെയ്യത്തില്ല. എത്ര ശതമാനം ആൾക്കാർ നമ്മൾ പറയണത് കേൾക്കാനെങ്കിലും തയ്യാറായിരുന്ന എത്ര ശതമാനം ആൾക്കാരുണ്ട്? ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നാട്ടിൽ ഇവരാരും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ എല്ലാ കപ്പിൾസും പുറത്താണ്. അപ്പോൾ ഇവർ നാട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഒന്നെങ്കിൽ ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം ആയിരിക്കും, നാട്ടിൽ വന്നിട്ടായിരിക്കും ഇവരൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഒരു ഹിന്ദു വെഡിങ് ആണ്, 2 3 സാരികൾ മാറും. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാത്തിനും ഇവർക്ക് ഫോട്ടോസ് കാണും. ചില കസ്റ്റമർക്ക് ഒരു വിചാരമുണ്ട്, അവർ ചില ആൾക്കാർ പേയ്മെൻറ്റ് ഫുള്ള് തരും, എല്ലാം തരും, പക്ഷെ അവർ കപ്പ് എടുക്കാൻ സമയം തരത്തില്ല. ക്രിസ്ത്യൻ വെഡിങ്ങിനെ സംബന്ധിച്ച് ഈ കപ്പ് എടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ ഹിന്ദു വെഡിങ്ങിന് ഇപ്പോഴും വന്നിട്ടില്ല. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞു അപ്പം തന്നെ അവർ വർത്താനം പറയാൻ തുടങ്ങും. അവർ വീഡിയോയിലും ഫോട്ടോയിലും അതിൻ്റെ സമയത്ത് ഈ സ്മോക്ക് ഇടുന്നതിൻ്റെ കാര്യം, പലരും പിന്നെ ലേസർ ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെ പറയും, നമുക്ക് ഇന്ന സംഭവങ്ങളുണ്ട്. കാരണം നമ്മൾ എടുക്കില്ലെന്നല്ലല്ലോ പറയുന്നത്, നമ്മളത് ക്യാപ്ചർ ചെയ്യും. പക്ഷേ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് നമ്മൾ പറയുന്ന സാധനം കേൾക്കാനുള്ള ആ സ്റ്റേജിനെ നിരത്തിയിട്ടിരുന്ന മാറ്റമുണ്ട്, കറുകറുന്നിരിക്കുന്ന മാറ്റം. അപ്പം നമ്മുടെ പല കപ്പിൾസും ഉണ്ടല്ലോ, വരുമ്പോഴത്തേക്ക് ഒട്ടും പ്രിപ്പയർ ആയി വന്നിട്ടുണ്ടോ? അത് ഒട്ടും പ്രിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ വരുമ്പോഴത്തേക്കും എന്താ പറയുക, ചിലപ്പോൾ ഒന്ന് നടക്കാൻ അറിയത്തില്ല, ചിലപ്പോൾ നിൽക്കാൻ അറിയത്തില്ല, ചിലപ്പോൾ നോക്കി ചിരിക്കാൻ പോലും അറിയത്തില്ല, അല്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക, നമ്മൾ ഇത്രയും ഒരു വലിയ ക്രൂ ഇവർക്ക് വേണ്ടി ഫുൾ അവൈലബിൾ ആവാം ഡേറ്റിൽ, അല്ലേ? ഏകദേശം ഒരു വെഡിങ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് അടക്കി ടോട്ടൽ ഒരു പല ബഡ്ജറ്റുമായിരിക്കും. ഇതിനടുത്തേക്ക് വേണം ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ഭാഗങ്ങൾ കുറച്ചു ഒന്ന്, അല്ലേ? ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടതല്ലേ? ജസ്റ്റ് നന്നായിട്ട് നടക്കാനും നന്നായിട്ട് ഇരിക്കാനും അതുപോലെ സംഭവങ്ങൾ ചെയ്ത് പഠിക്കണം നല്ലതല്ലേ? ഞാൻ എല്ലാ കസ്റ്റമറും ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയാറില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കണം. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് വളരെ നല്ലത്. എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ആ ഷൂട്ടിൻ്റെ ടൈമിൽ തന്നെ ഇവരെ നിർത്തണ ടൈം തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റും, ഔട്ട് എടുക്കാനും പറ്റും. ഒരു ഗുണമാണ്. എന്നാൽ ചില ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റീൽസൊക്കെ ഒത്തിരി വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവേ. എന്നിട്ട് അവർ പക്ഷേ റീൽസൊന്നും പ്രിപ്പയർ ചെയ്യത്തില്ല. പ്രിപ്പയർ ചെയ്യാതെ നേരെ വന്നിട്ട് പറയും, നമ്മുടെ പറയും നിങ്ങൾ റീൽസ് കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യിപ്പിക്കാൻ പറയും. നമ്മൾ ആ റീൽസ് കണ്ടുപിടിച്ച് ഇവർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ഇവരോട് ആ റീൽസ് ചെയ്യാൻ പറയും, ഇവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 5-6 തവണ ചെയ്ത് അപ്പോൾ നമുക്കവിടെ നമ്മുടെ 1 മണിക്കൂർ സമയം അവിടെ കിട്ടുള്ളൂ. ആ 1 മണിക്കൂർ സമയം ഫുള്ള് അവിടെ വേസ്റ്റ് ആയിരിക്കും. അതേസമയം ഇവർ നേരത്തെ പ്രിപ്പയർ ആക്കുകയാണെങ്കിൽ അതിനൊരു പെർഫെക്ഷൻ കൂടുകയും ചെയ്യും. ആ ഒരു സാധനം നമുക്കങ്ങനെ സുഖമായിട്ട് നല്ല ആംഗിൾ നോക്കി എടുത്ത് വെച്ചാൽ മതി, നല്ലപോലെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവർ പല ആൾക്കാർ ചെയ്യാറില്ല. അവർക്ക് റീല് വേണം, അത് വേണമെന്ന് എപ്പോഴും പറയും. പക്ഷേ ആ സാധനം ഔട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ഇതായിരിക്കും. നമ്മൾ ആ പെട്ടെന്ന് ജയിക്കുന്നതിൻ്റെ ആ ഒരു സാധനത്തിൽ ഔട്ട് വരുള്ളൂ. കസ്റ്റമർ വിചാരിക്കുന്ന പോലെ ഔട്ട് വരത്തുമില്ല. നമ്മൾ പറയുന്നത് നമ്മുടെ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നിട്ട് ഔട്ടർ കൊടുക്കാനും പറ്റത്തില്ല. ഇതിപ്പോൾ ആർക്കും കുഴപ്പമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂല്ലോ. കാരണം അവർ എന്നെ സംബന്ധം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എടുക്കുന്ന സമയത്ത് നേരെ നമ്മുടെ അടുത്തേക്ക് ചേട്ടാ ഇന്ന പോലെ ഒരു റീലില്ലേ എന്നാണ് അവർ ചോദിക്കണേ. നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നല്ല ഇത് കേൾക്കുന്നത്, അത് അവർ ചിന്തിക്കേണ്ട കാര്യമില്ല, അവർ ചിന്തിക്കുകയില്ല. നമ്മൾ ഡെയിലി ഓരോ കസ്റ്റമേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർ ഓരോരുത്തരും ഓരോ റീലിനെ കുറിച്ച് പറയും. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽ കണ്ടുകൊണ്ടിരിക്കും, ഇവർ ഏത് റീലാണ് പറയണതെന്നുള്ളത് നമ്മൾ ആലോചിക്കും. കാരണം അവർ കണ്ട സെയിം സാധനം ആയിരിക്കില്ല, അതിൻ്റെ തന്നെ വേറെ വേഷമായിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ച് പോകുന്ന ഒരു പ്രശ്നം കൊണ്ടിട്ട് അവർ തന്നെ ഒരു റീല് സെറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അവർ ആ സാധനം പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ 1 2 അതിൽ ആ സാധനം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അത്രയും ഫാസ്റ്റായിട്ട് ആ പരിപാടി നടക്കുകയും നമുക്ക് കിട്ടുന്ന ഈ കപ്പിൾ ഷൂട്ടിങ് ടൈമിലാണുള്ള മെയിനായിട്ട് പോകുന്നത്. ആ സമയത്ത് അത് അത്രയും പെട്ടെന്ന് വർക്കൗട്ടായി പോകാൻ പറ്റും. ഒരു 15 മിനിറ്റിനുള്ളിൽ അവർക്ക് നല്ലപോലെ ചെയ്തു വരുവാണെങ്കിൽ അവർക്ക് 3 4 റീല് ചെയ്ത് സുഖമായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അവർക്കത് ഏറ്റവും സന്തോഷമാവുകയും ചെയ്യും. ഔട്ട് കിട്ടും, ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാവരും ഇപ്പം ബുക്ക് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സ് നല്ല രീതിക്ക് വേണമെന്ന് പറയും. പക്ഷെ പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഈ രാവിലെ ഇവരുടെ അത് പല രീതികളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ലൈൻ്റെ പ്രശ്നം, അങ്ങനെ അല്ല അത് അഡ്വാൻസ് പ്ലാൻ ചെയ്യുക. എന്താ വെച്ചാൽ നമ്മുടെ ഓരോ ഇവൻറ്റിൻ്റെ ഇടയ്ക്ക് ശരിക്കും ഒരു 15 മിനിറ്റ് 15 മിനിറ്റ് ബഫർ സോൺ ഇടുവാണെങ്കിൽ 15 മിനിറ്റ് ഇപ്പോൾ ലേറ്റ് ആയി പോയിക്കില്ല, 15 ബഫർ ലീസാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ രാവിലെ ഗെറ്റിംഗ് റെഡി ആണെങ്കിലും ഇപ്പോൾ 8 മണിക്ക് തീരുമെങ്കിൽ 8 മണിക്ക് തീരുമെന്ന് പറഞ്ഞാൽ 7:45 ആകുമ്പോൾ തീർക്കണം എന്നുള്ള സംഭവം പറയാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് പറയായില്ലല്ലോ. നമ്മൾ 1 മണിക്കൂർ നമുക്ക് ആരും എന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പറയുകയാണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. അവരും അങ്ങനെയല്ല പറഞ്ഞത്, കുറ്റം പറയാൻ നമ്മളെല്ലാവരോടും പറയണുണ്ട്. പക്ഷേ എല്ലാവരും ഒരു സമയത്ത് റെഡിയായി കിട്ടുന്നില്ല, വരുന്നില്ല. പക്ഷെ എന്നാന്ന് വെച്ചാൽ അതുവരെ വേറെയും പ്രശ്നമുണ്ട് ഇതിനകത്ത്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇവരാരും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ എല്ലാ കപ്പിൾസും പുറത്താണ്.
അപ്പോൾ ഇവർ നാട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഒന്നെങ്കിൽ ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം ആയിരിക്കും നാട്ടിൽ വന്നിട്ടായിരിക്കും ഇവരൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് സമയം എടുക്കും. ഇത് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രമല്ല ഞാൻ പറഞ്ഞു, ഓരോ ഇവന്റിന്റെ ഇടയ്ക്ക് 15 മിനിറ്റ് ബഫർ ഇടുക. അപ്പോൾ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ ഈ 15 മിനിറ്റ് എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഒരു ബഫർ കിടക്കില്ലേ? ഇതൊക്കെ എത്ര ശതമാനം പോസിബിൾ ആക്കി എടുക്കാൻ പറ്റും? ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഇവന്റ് മാനേജ്മെന്റ് ഒരു ചെയ്യുന്ന അവരെ കൊണ്ട് ഇത് കറക്റ്റായിട്ട് പോസിബിൾ. ഇന്ന് കണ്ടൊരു ഇതിൻ്റെ അകത്ത് പറയുവാണെങ്കിൽ ഇവർ ഇവന്റ് ചെയ്തു വരുമ്പോൾ അവർ ഹിന്ദു വെഡിങ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ പ്ലാൻ ഇവരായിരിക്കും ചെയ്തേക്കുന്നത്. പക്ഷേ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞായിരിക്കും അമ്മാവന്മാരായി ഇവരായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മുഴുവൻ ഒന്ന് ചളകൊള്ള ടൈം മാനേജ്മെന്റ് മുഴുവൻ പൊളി. അല്ല അങ്ങനെയുള്ള അവരെ കൂടെ ഉൾപ്പെടുത്താത്ത കൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത്, കൺഫ്യൂഷൻ വരുന്നത്. എന്നാൽ ഈ അമ്മാവന്മാരോടൊന്നും നേരത്തെ ഇന്ന ടൈമിൽ ഇന്ന സാധനം ഷെഡ്യൂൾ ചെയ്തിട്ടൊന്നും ഇവർ ചിലപ്പോൾ അറിയുന്നില്ല. പറഞ്ഞാൽ അംഗീകരിക്കണം. എത്ര ശതമാനം എത്ര വർഷമായി വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം ആൾക്കാർ നമ്മൾ പറയണത് കേൾക്കാനെങ്കിലും തയ്യാറായിരുന്ന എത്ര ശതമാനം ആൾക്കാരുണ്ട്? ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ 1-2 പേര്, അത് ചിലരെ നമുക്ക് വീഴ്ത്താൻ പറ്റും. ചിലർ അങ്ങനെ ചെയ്ത് ചേട്ടനൊന്ന് കോർഡിനേറ്റ് ചെയ്യട്ടാന്ന് പറഞ്ഞ് നമ്മൾ ആ ചേട്ടനെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് വെച്ചു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ 1-2 സ്ഥലത്ത്, പക്ഷെ ചില സ്ഥലത്ത് അതിനുള്ള വില പോലും നമുക്ക് തരികയില്ല. നമുക്ക് തീരെ നിലവാരമില്ലാത്തവരെന്നുള്ള രീതിയിൽ വില കുറച്ച് രീതിയിൽ ചിലർ പെരുമാറാറുണ്ട് ചില സൈഡുകളിൽ. അപ്പം അതൊക്കെ ഒരു നമുക്കത് പറഞ്ഞ് നമുക്ക് എന്തോരം അവരുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മളെ ചുമ്മാ ആട്ടും. അല്ല ഞാൻ വേറെ കാര്യം, നമ്മൾ ഈ ഒരു പ്ലാനിങ് ഇല്ലാണ്ടൊരു ഷെഡ്യൂളുമായിട്ട് പോകണമെങ്കിലും നമ്മൾ ഈ സാധനം ഷെഡ്യൂൾ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മിസ്സായി ഒരു പരിധി നമുക്ക് സാധനം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ സാധനം മനസ്സിലായില്ലേ? സംഭവം പ്ലാൻ ചെയ്യണം. അല്ല ഒരു പ്ലാനിങ് ഒരു ഹിന്ദു വെഡിങ് ആണ്, 2-3 സാരികൾ മാറും. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാത്തിനും ഇവർക്ക് ഫോട്ടോസ് കാണും. അല്ല മാറെന്ന് പറയാൻ എല്ലാത്തിനും ഇവർക്ക് ഫോട്ടോസ് കാണും. അപ്പോൾ ഈ സാധനം നമ്മൾ ഒരു ഷെഡ്യൂളിലുള്ള സാധനത്തില്ലെങ്കിൽ അമ്മമാരുടെ പ്രശ്നം എല്ലാം കൂടി സംഭവം നമുക്കത് നമ്മുടെ ഒത്തിരി വെഡിങ്ങൾക്ക് പക്ഷെ രാവിലെ എടുക്കാൻ നമുക്ക് ഗ്യാപ്പുകൾ കിട്ടണുണ്ടല്ലോ. ഒത്തിരി വിലയുണ്ട്, കിട്ടാതെ ആയിരിക്കും കൂടുതൽ, പക്ഷെ ഒത്തിരി വിലയാണെങ്കിൽ കിട്ടുന്നുണ്ട്. ഒരു സമയത്ത് ഇത്രയൊന്നും പ്ലാൻ ചെയ്ത് തുടങ്ങാത്ത സമയത്ത് ഒന്നും കിട്ടാറില്ല. പല പാർട്ടിയുടെ അടുത്തും നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുന്നുണ്ട്, ഇവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ഇവർക്കൊന്നും. നമ്മൾ പൈസ കിട്ടുന്നില്ല. നമ്മളെ അന്നത്തെ ദിവസം പണിയെടുക്കുന്നു, പേയ്മെൻറ്റ് മേടിക്കുന്നു, അതുകൊണ്ട് ചില കസ്റ്റമർക്ക് ഒരു വിചാരമുണ്ട്, അവർ ചില ആൾക്കാർ പേയ്മെൻറ്റ് ഫുള്ള് തരും, എല്ലാം തരും, പക്ഷെ അവർ കപ്പെടുക്കാൻ സമയം തരത്തില്ല. എല്ലാം കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, ബ്രോ ഞങ്ങൾ ഇത്തരം പേയ്മെൻ്റ് ഒക്കെ ചെയ്തതല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നമുക്ക് സാധനം തരുന്നില്ല, നിങ്ങളുടെ മറ്റേ പേജിൽ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. പക്ഷേ പൈസ മാത്രമല്ല കാര്യം. ചില കസ്റ്റമറുണ്ട് ഏറ്റവും ബേസിക് പാക്കേജ് എടുക്കും, പക്ഷെ അവരുടെ ഔട്ട്പുട്ട് മറ്റേ ഏറ്റവും പ്രീമിയം പാക്കേജ് എടുക്കുന്ന കസ്റ്റമറെക്കാളും ടോപ്പായിരിക്കും. അത് ചില ഭാഗ്യം കിട്ടിയ കപ്പിളുകളുണ്ട്. അവർക്ക് ചില ഭാഗ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കപ്പിളെടുക്കാൻ വരുമ്പോൾ നല്ല സൂപ്പർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിപ്പോൾ നട്ടുച്ചയ്ക്ക് പോയി നിന്ന് കഴിഞ്ഞാലും മൊത്തം മേഘടിച്ച് അവർക്ക് നല്ല ലൈറ്റും അവർ പ്രതീക്ഷിക്കാത്ത ബാക്ക്ഗ്രൗണ്ടുകൾ, ചിലപ്പോൾ അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. നമ്മളെ ഒരു ഇത് നമ്മളങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 തിരിച്ച് ഇങ്ങോട്ട് ഇടുന്ന ആ ഒരു ചില പാർട്ടികളുണ്ട്. അതെന്ന് വെച്ചാൽ പ്രിപ്പിൻ്റെ ഭാഗം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ബാക്കി കാര്യങ്ങളെ പറ്റി ടെൻഷൻ ആവാണ്ടിച്ച് അവരുടെ ഒരു വെഡ്ഡിങ് ഡേ എന്നുള്ള രീതിയിൽ അവർ ആ മൊമെന്റ് ഫുൾ എൻജോയ് ചെയ്യുക എന്നുള്ള സംഭവമുള്ളത്. അപ്പോൾ കൂടുതലും ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ മിക്കവാറും ക്യാൻഡിഡേറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ക്യാൻഡിഡേറ്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ മൊമെന്റ് ഫുൾ എൻജോയ് ചെയ്യണം. എങ്കിലാണല്ലോ നമ്മുടെ ക്യാൻഡിഡേറ്റ് നമ്മുടെ ഏറ്റവും നല്ല ശരി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ആ മൊമെന്റ് എൻജോയ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അത് പലരും എന്ന് വെച്ചാൽ ക്യാൻഡിഡേറ്റ് വേണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ വീട്ടിൽ ആ ചെക്കനോ ആ പെണ്ണോ മാത്രം ഈ സാധനം ഫുൾ അവരുടെ തലയിൽ കൂടെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു പ്രിപ്പറേഷനും കൂടി ഇല്ലാണ്ട് ഒരു എന്തൊരു ടെൻഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് ഇതുപോലെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങിയിട്ട് ഈ പറയുന്ന അധികം നാളുകളൊന്നും ആയിട്ടില്ല നിസ്സാര നാളുകളിലേറ്റവും. അതിനു മുമ്പ് കാരണവന്മാരായിട്ട് നടത്തുന്ന കല്യാണങ്ങൾ മാത്രമേ ഉള്ളൂ. നിലവിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വെഡ്ഡിങ്ങുകളിൽ ഗ്രൂമും ബ്രൈഡും ഒക്കെ ആയിട്ടായാലും അവർ കണ്ടു ശീലിച്ചേക്കണം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ശരിക്കും ഇത് ചെയ്യേണ്ടത്. ഒത്തിരി മാറ്റം വന്നു. ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനെ സംബന്ധിച്ച് ഈ കപ്പിൾ എടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഹിന്ദു വെഡ്ഡിങ്ങിന് ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടന്നുണ്ടായിരുന്നു, ഭയങ്കര വൈറലായിട്ട്, ഭയങ്കര പ്രിപ്പയറായിട്ട്. മീലൻ രേവതി, മറ്റേ നമ്മുടെ രാഹുൽ രവി, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും ഫോട്ടോഗ്രാഫറായിട്ട് അത് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ചെയ്തത്. ആ പുള്ളിയാണിത് പറഞ്ഞ ഡയലോഗുണ്ട്,
ചോറ് കഴിക്കാൻ മാത്രമുള്ളതല്ല കല്യാണം, അതെനിക്ക് കാണിച്ചു തന്നെ പറഞ്ഞ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ ഔട്ടിൽ കാണാനുണ്ട്, ഒരുപാട് റീൽസ് അതിന് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഔട്ടിലൊക്കെ നമുക്ക് കാണാം ഭയങ്കര ആ കപ്പിൾസ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർ വീട്ടുകാർ മാത്രമല്ല അതിൻ്റെ അകത്ത് ഫുൾ ആൾക്കാർ മൊത്തം എല്ലാവരും അവിടെ നമ്മൾ പണിക്കാരും വരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവിടെ പറയാന്ന് പറഞ്ഞാൽ പണിക്കാരൻ എന്ന് പറയാനായിട്ടുണ്ടോ സംശയം. അവിടെ വന്നേക്കുന്ന അവിടെ വെൽ ഡ്രസ്സിൽ കാണുന്ന എല്ലാവരും അവരായിരിക്കും അവിടെ മുഴുവൻ സെറ്റ് ചെയ്തെന്ന് പോലെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരതങ്ങ് മൊത്തം സെറ്റ് ചെയ്ത് മൊത്തം അവർ ഞങ്ങളങ്ങ് ആഘോഷിക്കുവാണ്. അവരെല്ലാം മുന്നിട്ടിറങ്ങി ചെയ്യുക. നല്ലൊരു അത് ഭയങ്കര ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു അല്ലേ. അതാ അവര് പുള്ളി ആദ്യം പോയിട്ടുണ്ട് വീഡിയോ. പുള്ളി ആ സ്ഥലം പുള്ളി തന്നെ പോയി അടിച്ചു വാരി വൃത്തിയാക്കി അത് ആദ്യം പോയിട്ടുണ്ട്. അത് മറ്റേ കക്കാട്ടുപനിയാണ്. നമ്മളവിടെ കുറെ വെഡിങ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു വെഡിങ് എനിക്ക് തോന്നുന്നു അവിടെ വെഡിങ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് കക്കാട്ടുപനൊക്കെ അറിയില്ല, എൻ്റെ അറിയില്ല. പക്ഷെ അത് കാണാൻ ഭയങ്കര രസമുണ്ടാവും. നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും റീച്ചായി വന്നില്ല, ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ടോ അവർക്ക്. പക്ഷെ അതിൻ്റെ ഔട്ട് പുള്ളി ക്യാമറ എടുത്ത ഔട്ടൊന്നും ഞാൻ കണ്ടില്ല, അറിയില്ല. ക്യാമറ എടുത്ത് ഇട്ടായിരുന്നു ഫോണിലെടുത്ത സാധനം കണ്ടു. അത് ഭയങ്കര രസമുണ്ട്. മീനൗട്ടൊക്കെ വന്നുണ്ടാവുള്ളൂ, അവർ വരുന്നേ ഉണ്ടാവുള്ളൂ. അതൊന്ന് പുള്ളി ഇറക്കണം. ഞാൻ പറയുകയാണത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും കാണിക്കാൻ പാകത്തിന് പുള്ളി ഇറക്കണം. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു വെഡിങ് എടുക്കണം എന്നുള്ളത് യൂട്യൂബിനകത്ത് എല്ലാവർക്കും കാണാൻ പാകത്തിന് ഇറക്കി വിടുവാണെന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കണ്ട് പഠിക്കാൻ പറ്റും, മറ്റവർക്കൊന്ന് റെഫർ ചെയ്യാൻ പറ്റും. നമ്മളീ പറയുന്ന കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു വെഡിങ് ഒരു ഫോട്ടോഗ്രാഫറിനെ നടത്തി കാണിച്ചു കൊടുത്തേക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ നമുക്ക് റെഫറൻസ് ആയിട്ട് വേണ്ടി എടുത്തു. അതെനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫർമാരെ മാത്രം കണ്ടുകൊണ്ടല്ല പുള്ളി ചെയ്തേക്കുന്നത്. അവർക്കും എങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ള രീതികൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്ന രീതി മാത്രമല്ല, ഫോട്ടോ എടുക്കാൻ ഓൾറെഡി അവിടെ ആൾക്കാരുണ്ട്. ഫോട്ടോ എടുക്കാൻ കൂടി വെക്കുന്ന മുഴുവൻ തന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ടല്ലോ, വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്സ് കൂടി വെക്കണം. എങ്ങനെ ആഘോഷമായിട്ടൊരു കല്യാണം, ഫ്രണ്ട്സ് ഫാമിലി. അതിനിടയ്ക്ക് താലി കെട്ടുന്ന ടൈമിലുള്ള ഒരു അമ്മ പുറകെ കെട്ടിക്കൊട്ടെ നിൽക്കും. രസകരമായ കുറെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ അവര് തന്നെ ആ സാധനം ഇട്ട് ഓരോ സാധനം ഇട്ട് അവര് തന്നെ മൊമെന്റ് എൻജോയ് ചെയ്യുന്ന അല്ല, അവര് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അത് ഓരോരുത്തർ കാണുമ്പോഴും സന്തോഷമാവും. കാണുന്നവർ ഹാപ്പി ആയിട്ടുള്ള സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് ആ സാധനം ഫീൽ ചെയ്യും. അല്ല അങ്ങനെ ഈ ചില കല്യാണം കണ്ടില്ലേ 1000-2000 പേര് വെച്ച് നടത്തുമ്പോൾ അത് ആളുടെ കല്യാണമൊന്നുമില്ല. അതായത് അവരുടെ പൃഥ്വിരാജൊക്കെ പറഞ്ഞത് അവരുടെ കല്യാണം അല്ലാതാവുക. ഇവരുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും കുറേ ഗ്രൂപ്പ് ഫോട്ടോ വന്നെടുക്കുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ, സ്റ്റേജിൽ ഇങ്ങനെ ഇടിച്ച് നിൽക്കുമായിരിക്കും ആൾക്കാർ. ഒരാൾ അതിന് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ക്രൂവാണ്, അതായത് ക്രൗഡ് ആൾക്കാർ. ഇവരൊന്നും പോയിട്ടുണ്ടോ ഞങ്ങൾക്ക് എടുക്കാനായിട്ട്, എന്തോ ഒരു ചടങ്ങ് പോലെയൊക്കെയാണ്. കല്യാണം കൂടാൻ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു റീല് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോഗ്രാഫേഴ്സിൽ നിന്ന് പറയുക, ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സല്ല വീഡിയോഗ്രാഫേഴ്സ് അല്ലല്ല. ഫോട്ടോ ആദ്യം തന്നെ കയറി വരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു സംഭവം ഇത് പറയട്ടെ, സ്റ്റേജിലെ കാര്യം. സ്റ്റേജിലിപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് ആൾക്കാർ കയറി വരുമ്പോൾ സംസാരിക്കണം, കാണിക്കാൻ വേണ്ടി 2 പേര് പെൺകുട്ടികളായിരിക്കും അറേഞ്ച് ചെയ്യാനായിട്ട് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർ പെട്ടെന്ന് കയറി എന്ന് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ പറയും അവർ ജസ്റ്റ് കയറി വന്ന് ഒന്ന് വിഷയം സംസാരിച്ചിട്ടതിന് ശേഷം കയറി ഒന്ന് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ പറഞ്ഞിട്ട് ഒത്തിരി നേരം ഇരിക്കുവാണെങ്കിൽ ഇവർ പറഞ്ഞിറക്കി കിട്ടുള്ളൂ, പറഞ്ഞ് മാറാൻ പറയുക, അടുത്ത ആൾക്കാർ കയറ്റുക. ഇല്ലെങ്കിൽ അവരങ്ങ് സെറ്റ് ചെയ്ത് പൊക്കുള്ളൂ എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ എന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ ഇവരങ്ങ് കയറും നമ്മുടെ ഫ്രെയിമിലേക്ക്. ഈ പെൺകുട്ടികൾ കയറിയിട്ട് അവരങ്ങ് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ വീഡിയോസിൽ എന്നാ വെച്ചാൽ ഇവരെ കയറി വന്ന് ചിലപ്പോൾ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സാധനം ഫുള്ള് മിസ്സായിപ്പോൾ. ഇപ്പോൾ അത് ഒത്തിരി ഇങ്ങനെ അറേഞ്ച് ചെയ്യാനൊന്നും ഇല്ലാത്ത കല്യാണം നമുക്ക് ഫോട്ടോഗ്രാഫർമാർ കയറി അറേഞ്ച് ചെയ്യും. അത് നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലർ നേരെ കയറി വന്നങ്ങ് നിൽക്കും. അപ്പോൾ നമ്മൾ പറയും വീഡിയോഗ്രാഫർ എന്തെങ്കിലും സംസാരിച്ചേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുച്ച് എന്തെങ്കിലും സംസാരിച്ച് നിന്നേ. അപ്പോൾ എന്നിട്ട് എന്താ ഫോട്ടോഗ്രാഫർ രാവിലെ കണ്ടവരോട് എന്താ ഇത് ശരിക്കും എന്തെങ്കിലും സംസാരിച്ച് നിന്നെന്ന് പറഞ്ഞാൽ ഒരു 2 മരക്കുറ്റികൾ ഇങ്ങനെ കൊണ്ടു നിർത്തി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഒരു ഫോട്ടോ എടുത്തു, വീഡിയോയുടെ മരക്കുറ്റി ഇങ്ങനെ വീഡിയോ എടുക്കുക. ഫോട്ടോയും വീഡിയോ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിശേഷം എന്നാന്നതൊന്നും അല്ല ചോദിക്കാൻ, ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യുക അവരെ, ഒന്ന് വിഷ് ചെയ്യുക, വിഷയിക്കാൻ കൊടുക്കാൻ പോവുക. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നീണ്ട അവരോടൊരു എസ്സേ പറയാനോ തിരിച്ചവരൊരു എസ്സേ പറയാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഒരു കോമൺ ചിന്താഗതി. നമുക്ക് പറയാനായിട്ട് വലിയൊരു വാർത്തയൊന്നും അല്ലേ മറുപടിയുടെ ബ്രൈഡ് പറഞ്ഞു.
എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരിക്കുക അത്രേ ഉള്ളൂ. നമ്മൾ സംസാരിച്ചിരുന്നല്ലാതെ നമുക്ക് അവിടെ സ്റ്റേജിൽ നിൽക്കുന്നവർ വേറെ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിഷ് ചെയ്ത് ഇത്രേ പറയുള്ളൂ. നമ്മളവരോട് വേറെ ഒന്നും പറയാൻ പറ്റിയല്ലോ. അതിനെ എല്ലാവർക്കും കല്യാണം പറയാം, ഓ ഞങ്ങളിപ്പോൾ എന്നാ വർത്താനം പറയാൻ, ഞങ്ങൾ എന്നാ പറയാൻ, ഞങ്ങളിപ്പോൾ കണ്ട ഞങ്ങൾ എന്നാ പറയാൻ, രാവിലെ കണ്ടല്ലോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ വിഷ് ചെയ്യുക അത്ര. കല്യാണം കഴിഞ്ഞ് നിൽക്കുന്നവരെയാണല്ലോ കാണുന്നത്. അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യണവരുണ്ട്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒത്തിരി പേർക്കും അറിയാം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞു അപ്പം തന്നെ അവർ വർത്താനം പറയാൻ തുടങ്ങും. അവർ അതിനോട് വർത്താനം പാർട്ടിയോട് സംസാരിക്കും. ആ ഒരു രീതിയിലേക്ക് അന്ന് വിഷ് ചെയ്യുന്നു ചോദിക്കാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കും, ഒന്ന് ചിരിക്കുന്നു. ഇവർക്കറിയാം ഇതിൻ്റെ അകത്ത് ഒരു ക്യാൻഡിഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒന്ന് സംസാരിക്കുക, ഒരു പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടണം. നേരെ പോസ്റ്റ് ചെയ്തൊന്നും ചിരിച്ച് കാണിക്കണം മാത്രമല്ല ഫോട്ടോഗ്രാഫി എന്നുള്ളത് മനസ്സിലായി അവർ സംസാരിക്കും. അവർക്ക് പറ്റുന്ന ഉള്ളിൽ എന്തെങ്കിലും ഒരു തമാശ അതിൻ്റെ ഇടയ്ക്ക് നടന്നാൽ അതിൽ നല്ലൊരു ചിരി ആത്മാർത്ഥമായിട്ടൊരു ചിരി കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞ് അതിലൊരു ഫോട്ടോ വീഡിയോ നല്ലൊരു മൂമെൻറ്റ് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ വിഷ് ചെയ്തു ഇറങ്ങിപ്പോകുന്നു. അതൊക്കെ ആയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നിലവിൽ ആ റീൽ കണ്ടിൻ്റെ കാര്യം പെട്ടെന്ന് മൈൻഡിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ സ്മോക്ക് നമ്മൾ ഒത്തിരി പേരോട് പറയുമ്പോൾ ഒത്തിരി പേർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എടുക്കുന്ന കല്യാണങ്ങൾക്കൊക്കെ വീഡിയോയിലും ഫോട്ടോയിലും അതിൻ്റെ സമയത്ത് ഈ സ്മോക്ക് ഇടുന്നതിൻ്റെ കാര്യം പലരും പിന്നെ ലേസർ ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ അവരിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം. അവരാരും തന്നെ ലേസർ ഈ ലേസർ അടിച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ സെൻസർ പോകും. അതല്ലെന്നുണ്ടെങ്കിൽ ഓവർ ലൈറ്റ് അവിടെ നിന്ന് അടിച്ച് ഫേസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബത്തിൽ ഇത് ഈ സെയിം സാധനം ആൽബത്തിൽ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് അറിവില്ലായ്മയാണ്. പക്ഷെ എത്ര പറഞ്ഞാലും പുള്ളിക്കത് മനസ്സിലാവത്തില്ല. എനിക്ക് തോന്നുന്നു ആളുടെ എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കും. എക്സ്പീരിയൻസിൻ്റെ അല്ലല്ലോ പുള്ളി ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ലേസറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ലേസറിന് ഇതിനൊക്കെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്യാമറയ്ക്ക് പ്രശ്നം വന്നിട്ടുള്ളൂ. നേരത്തെ ക്യാമറയ്ക്ക് വിഷയമൊന്നുമില്ല. വർഷങ്ങളോളം ഈ വർക്ക് ഫീൽഡിലുണ്ടായിരുന്നായിരിക്കും. അതൊന്നും പ്രശ്നമില്ലാത്ത പ്രശ്നം ഇപ്പോൾ ഒരു ഇത്രയും ടെക്നോളജി മാറിക്കഴിഞ്ഞപ്പോഴാണോ വരുന്ന പ്രശ്നം. വണ്ടി ടെക്നോളജിക്കൊന്നും ഇത്ര പ്രശ്നമില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് എനിക്ക് പുള്ളിയുടെ ചിന്താഗതി. ചിലപ്പോൾ അല്ലെങ്കിൽ ലേസറുകൾ വേണമെന്ന് പറഞ്ഞാൽ വേറെ വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഈ കല്യാണക്കാർക്ക് ലേസർ ഉപയോഗിക്കാൻ പറയാനുള്ളൂ. ചിലപ്പോൾ വേറെ കാര്യമുണ്ട്. ചില ക്യാമറമാർ ചിലപ്പോൾ ഈ ലേസർ ഇട്ട് ഇവർ ചിലപ്പോൾ കറക്റ്റായിട്ട് ഇവരോടൊന്നും പറയില്ലായിരിക്കും. ചിലപ്പോൾ നൈസായിട്ട് പുറകിൽ ആ ലേസറിൻ്റെ പുറകിൽ മാറി ചിലപ്പോൾ എടുത്തിട്ട് പോകണ്ടായിരിക്കും. കിട്ടുന്ന സാധനം ചിലപ്പോൾ അവരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകത്തില്ലായിരിക്കും. നമ്മൾ സ്വപ്നമായിട്ട് പറയുമ്പോൾ അവർ ചിലപ്പോൾ കേട്ടാവുണ്ടോ. നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെ പറയും നമുക്ക് ഇന്ന സംഭവങ്ങളുണ്ട്. കാരണം നമ്മൾ എടുക്കില്ലെന്നല്ലല്ലോ പറയുന്നത്, നമ്മളത് ക്യാപ്ചർ ചെയ്യും. പക്ഷേ നമ്മൾ പറയാൻ സാധനങ്ങൾ ഓണാക്കും. സ്റ്റഡേ എന്ന് പറയുമ്പോൾ നമ്മളിവിടേക്ക് സ്റ്റഡേ എന്ന് ഓണാക്കി കഴിയുമ്പോൾ സാധനം നന്നായി അടിച്ചു തീരുമാനം. ഇതുപോലെ തന്നെ ഞാൻ കോഴിക്കോട് ഒരു വെഡിങ് എടുക്കുക, ഇവിടെ കോഴിക്കോട്. അപ്പോൾ തലേ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ലൈറ്റിൻ്റെ ഇടയിൽ നിന്ന് ലേസർ DJ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇവൻറ്റിൽ പുള്ളിയോട് എന്ന് പറഞ്ഞു, ഇവൻ്റ് എന്ന് പറയാൻ പറ്റിയില്ല. പുള്ളി ഇവിടുത്തെ ഒരു ലോക്കലിലെ ഒരു ലൈറ്റിങ്ങുകാരനാണ്, അത്യാവശ്യം ഇതുള്ള ലൈറ്റിങ്ങാണ്. പുള്ളിയോട് എന്ന് പറഞ്ഞു ചേട്ടാ ഇതുപോലെ ലേസർ നമുക്ക് പ്രശ്നമാണ്, ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറ ബുദ്ധിമുട്ടാണ്. അല്ല എടുക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ട് സൈഡിലുണ്ട്. നമുക്കപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, ഇപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റില്ല, രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്യാമറ കംപ്ലൈൻ്റ് ആവും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയല്ല എന്ന് തീർത്ത് പറഞ്ഞു. ഇപ്പുറത്തെ വീടാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഭിത്തി വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ ബ്രൈഡിനോട് പറഞ്ഞു നമുക്ക് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, ലേസർ അടിക്കുന്ന കാരണം ഇതെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഓഫ് ചെയ്ത് തന്നില്ലെങ്കിൽ ബാക്കിയുള്ള ലൈറ്റുകളൊന്നും യൂസ് ചെയ്യില്ല, ലേസർ മാത്രമേ പ്രശ്നമുള്ളൂ. 4 ഉണ്ട് അവിടെ, ഇവിടെ 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 ഇങ്ങനെ 4 മറ്റേ പാനൽ അടിച്ചിട്ട് വയ്ക്കല്ലേ മേളിൽ നിന്ന് ലൈറ്റ്, അങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ബ്രൈഡ് അനിയനോട് പറയാന്ന് പറഞ്ഞു. അനിയനോട് കാര്യം പറഞ്ഞു. അനിയൻ ഞാനിങ്ങനെ പോവാണ്, ഞാൻ ഗുണ്ടയുമായി വരുന്നത് പോലെ അനിയനെ കൊണ്ട് ഈ വീട്ടുകാരൻ്റെ ലൈറ്റ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് ചേട്ടാ എൻ്റെ വലിയ കോഫിയാവും നല്ല എടുക്കണം, ഇവൻ്റെ നല്ല ലൈറ്റ് ചെയ്യുന്ന പുള്ളി പറ്റിയല്ല. പിന്നെ അടുത്തേക്ക് അതേ ചേട്ടാ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഇത് എടുക്കണ്ടേ? അല്ല ചേട്ടൻ പറ്റിയില്ലെന്ന് പറഞ്ഞു എന്നെ എന്നോട് ഞാൻ എന്താ ചെയ്യുന്നത്? പറഞ്ഞു നമുക്ക് ഇത് ക്യാപ്ചർ ചെയ്യണേ, കാശ് കൊടുത്ത് വെച്ചേക്കണാണ്. അപ്പോൾ എന്നെ അത് അപ്പോൾ പുള്ളി പറഞ്ഞു ഇതിൻ്റെ മേളിൽ കയറണം ഓഫ് ചെയ്യണമെങ്കിൽ, അതുകൊണ്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അല്ലാതെ വേറെ ഒന്നും അല്ലെന്ന് പിന്നെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളല്ലേ ഇത് നടത്തുന്നത്, നിങ്ങൾ പൈസ കൊടുത്തിട്ട്, അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളിയോട് പിന്നെയും ചെന്നു. ഞാൻ പുറത്തിൽ വീണ്ടും പുള്ളി പറഞ്ഞു ഇതിന് മേളിൽ കയറി ഓഫ് ചെയ്യണം, ഫുൾ എല്ലാം കൂടെ ഓഫായി പോകും, ഇതാന്നൊക്കെ പറഞ്ഞു. ശരി എന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രൈഡ് എന്നാലും പറഞ്ഞു എന്തെങ്കിലും പറ്റണ പോലെയൊക്കെ സൈഡിൽ നിന്ന് ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി, നിങ്ങളുടെ ഇത് പോകുന്ന രീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ എന്താണോ എന്നറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ മൊക്കടിച്ചു പോയി.
അവിടുത്തെ ഏതോ ഒരു വയറ് കത്തിപ്പോയി. ആ പുള്ളിക്ക് മേളിൽ കയറേണ്ട വന്നു. മേളിൽ കയറിയ സമയത്ത് പറയും നോക്കി ഈ സമയം കൊണ്ട് എന്നാ ലേസർ ഓഫിലൊക്കെ പറഞ്ഞ് പുള്ളി എന്താ പറയുക ലേസറിന്റെ മാത്രം സ്വിച്ച് ആ വയറങ്ങ് ഊരിയിട്ടാൽ മതി ലേസറിന്റെ. ഞാൻ പറഞ്ഞു ലേസർ 4 ഊരി ഇടിച്ച് പിന്നെ ബാക്കി ലൈറ്റിൽ സാധനങ്ങൾ എടുത്തു. എന്താ വാങ്ങിട്ട് അവിടെ ഇങ്ങനെ സാധനത്തിന്റെ ഒരു വയറ് വിട്ടു പോവുക, മൊത്തം പവർ ഓഫായി. പുള്ളിക്ക് മേളിൽ കയറേണ്ടത് മേളിൽ കയറണം എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. അങ്ങനെ മേളിൽ കയറി കഴിഞ്ഞ് ആ സമയത്ത് ഓടിച്ചു ഓഫ് ചെയ്യിച്ചു. അതിപ്പോൾ അവരോട് ലൈറ്റ് ചെയ്യുന്നവരോട് പാർട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനൊന്നും നേരെ തുടങ്ങി പറ്റില്ലെന്ന് പറയും. അറിയില്ലാത്തതുകൊണ്ടാണ്. ഇത് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവരുടെ പ്രൊമോഷൻ കൂടിയാണ്. ഈ കുറെ ലൈറ്റ് അവിടെ നിന്ന് അടിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇത് അവർക്ക് പ്രൊമോഷൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജുകാർ അങ്ങനെ ഒരുപാട് ഈ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇല്ലെന്നല്ല, ഒരുപാട് പേരൊന്നും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ അവർ ഈ നാട്ടിൻ പുറത്തെ സംഭവങ്ങളാണ് മെയിനായിട്ട്. അതായത് ഒരു കല്യാണം നടത്തിയാലാണ് റെഫറൻസ് കിട്ടി പോവുക, അതിന് ഇങ്ങനത്തെ ഷോ ഓഫ് വേണം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ബലം പിടിക്കുന്നതും സംഭവം ചെയ്യുന്നതും ആയിരിക്കും. തീർച്ചയായിട്ടും ആയിരിക്കും. അതെ, അത് ഈ ലൈറ്റിന്റെ കാര്യം പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഒരു വെഡിങ് വേറെ വിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഓർക്കണ്ടോ? എന്നാ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, നല്ല തിരക്കുള്ള ദിവസമാണ്. അന്ന് ഇതുപോലെ സ്റ്റേജ് ഗ്രൂപ്പ് എടുത്തിട്ടിരിക്കുകയാണ്. അല്ലറി വിളിക്കുന്നു, ഞാൻ അല്ലറി വിളിക്കുന്നു, വീഡിയോ എടുക്കുന്നു, വിശാല അല്ലറി വിളിക്കുന്നു, എല്ലാവരും അല്ലറി വിളിക്കുന്നു. സ്റ്റേജ് നിൽക്കുന്ന ഒരു മനുഷ്യന് നമ്മൾ പറയുന്ന സാധനം കേൾക്കാനുള്ള എന്നുവെച്ചാൽ നമ്മൾ ആ റിപ്പോർട്ടൊക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെയാക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കിട്ടണം. നമ്മൾ ഒരാൾ ക്യാമറ നോക്കുമ്പോൾ അടുത്ത ആൾ ഇങ്ങോട്ട് ഇരിക്കും, മറ്റേ ആൾ അടുത്തടിക്കുമ്പോൾ ഏറ്റവും അടുത്ത്. ഏറ്റവും ദിവസം ഞാൻ ആദ്യം ചെന്ന് സൗണ്ട് ഇവർ വെച്ചേക്കെന്ന് വെച്ചാൽ ലൈവ് ഓഡിയോയും അല്ല വെച്ചേക്കുന്നത്, അതിൽ ഇൻസ്ട്രുമെൻസും ഇല്ല ലൈവായിട്ട്. ജസ്റ്റ് ഒരു ഇതിൽ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കവർ സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. ഈ കവർ സോങ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ശരിക്കും ജസ്റ്റ് എൻജോയ് ചെയ്യാൻ ചെറിയൊരു ഒരു ഒച്ചയും വേറെല്ലായിരിക്കും വേണ്ടി ചെറുതായിട്ട് ഒരു ബീറ്റിന് വേണ്ടി ഒരു സാധനത്തിന് വേണ്ടിയാണ് ഈ സാധനം ഇടുന്നത്. ഈ സാധനം നല്ല ലൗഡായിട്ട് വെച്ചേക്കുന്നത്, നമ്മൾ പറയണ കേൾക്കാനുള്ള ഒരു ഇഷ്ടമില്ല. അപ്പം ഞാൻ ആദ്യം ചെന്നെന്ന് പറഞ്ഞു, ചേട്ടൻ നമുക്ക് കുറച്ച് വെക്കാമോ? പറ്റത്തില്ലെന്ന് മുഖത്ത് പറഞ്ഞു പറ്റത്തില്ല. അല്ല വേറെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ വീട്ടിലെ അമ്മാവന് വേറെ ആരെണ്ണം കൂടി ചെന്നിരുന്നു പോലെ തന്നെ. ഞങ്ങൾ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ നല്ല വോളിയുണ്ട്, നല്ല വോളി വെച്ചാൽ നല്ല വോളി, മറ്റേ വലിയ ബോക്സ് ഒക്കെ വെച്ചാൽ പട്ടക്കിന് ഇടിയായിട്ട് വെച്ചത്. അത് ഓർക്കണല്ലോ കഴിഞ്ഞ ദിവസം. അത് എന്നിട്ട് നല്ല ഇടിയെന്ന് വെച്ചാൽ നല്ല ഇടിയുണ്ട്. അപ്പം ആൾക്കാർ ഇങ്ങനെ പുള്ളി എന്താ സൗണ്ട് കുറച്ച് പല ആൾക്കാരും പല ചിലപ്പോൾ ഹിയറിംഗ് ദോഷമുള്ള ആൾക്കാർ വരെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനം കുറച്ച് വെക്കുകയാണെങ്കിൽ ഉപകാരം. പുള്ളി പറഞ്ഞു, പുള്ളിയുടെ മോതിരം പറഞ്ഞു തനിക്ക് പറ്റില്ല, താൻ ഇറങ്ങി പുറത്തോട്ട് പോകുന്നു. സൗണ്ടുകാരൻ പറഞ്ഞു അമ്മാവനോട് എന്നെ തലേക്കുന്നത്. ആൾക്കാർ ഈ സാധനം ഇവർ ചിന്തിക്കണല്ലോ, എന്ന് വെച്ചാൽ അവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യം ഈ സാധനം ഇത്രയും സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റും കാര്യങ്ങളും ആൾക്കാർ കേൾക്കണം എന്നുള്ള സംഭവം അത്രയും മെയിൻ കാര്യം വെച്ചാൽ ഇത്തരം കല്യാണങ്ങൾ വരുമ്പോഴേക്കും ഒരുപാട് ബന്ധുക്കൾ ഒന്നിച്ച് വരുന്നത്, ഇവരെല്ലാം വന്ന് കാണുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ ഇത്തരം സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്, ഇത് ഇവർക്ക് ശല്യമായിരിക്കും. ഇപ്പോൾ ഒന്നത്തെ കാര്യം പ്രായമായ മാത്രമേ നാട്ടിലുള്ളൂ, പിള്ളേരൊന്നും നാട്ടിലില്ല. അപ്പോൾ ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു വർത്താനൊക്കെ വന്നു കഴിയുമ്പോൾ ഇത്രയും സൗണ്ട് ഇടുന്നത്, അതുകൊണ്ടാണ് അവരൊന്നും പറഞ്ഞത്. പക്ഷേ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട. ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഇത്ര സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവാറില്ലേ? നമ്മൾ പറയണത് സ്റ്റേജിൽ ഒരു മനുഷ്യൻ കേൾക്കണില്ല, നമ്മൾ തൊണ്ട എല്ലാവരെയും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് പിരിക്കുന്നുണ്ട്. ഇത് അതുപോലെ ഇങ്ങനെ വിളിച്ച് എൻ്റെ സൗണ്ട് അറിയില്ല, ഇങ്ങനെയല്ലല്ലോ അറിഞ്ഞിരിക്കുക. ഒത്തിരി വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ പിന്നെ നമ്മൾ ഒരു സീസൺ ടൈമിൽ നമ്മൾ ഇപ്പോൾ ഈ ജനുവരി സീസൺ ആയാലും എല്ലാ ദിവസവും തന്നെ മിക്ക ദിവസവും തന്നെ വർക്കുണ്ടാവും. പ്രോപ്പറായിട്ടുള്ള ഉറക്കോ നമുക്ക് ഭക്ഷണം ഒരു കാര്യം കറക്റ്റായിട്ട് നടക്കാറില്ല. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന നമുക്കൊരു ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നാണ് ഓഡിറ്റോറിയത്തിൽ വന്ന് ഈ സൗണ്ട് എടുക്കൽ. നമ്മളൊരു തൂമ്പെടുത്ത് കിളക്കണതിനേക്കാളും കൂടുതൽ അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബാക്കിയുള്ളവർ കാണുമ്പോൾ മനസ്സിലാവില്ല. കാരണം നമ്മൾക്ക് ഉറക്കം കറക്റ്റ് ആവണില്ല, ഫുഡ് കറക്റ്റ് ആവണില്ല, കൂടാതെ അമിതമായ സ്ട്രെയിൻ എടുത്തുള്ള സൗണ്ട് എടുക്കുക. അത് ഒരു മണിക്കൂർ മനസ്സിലാവില്ല. എങ്ങനെയറിയാം സംഭവം എത്ര ഇത് ലോങ് വർക്കാണെങ്കിൽ നമ്മൾ വിളിപ്പോൾ 4 മണിക്ക് കഴിഞ്ഞിട്ട് പോകണം, അല്ല 5 മണിക്ക് കഴിഞ്ഞിട്ട് പോകണം. ഈ ഒരു നോർമൽ ക്രിസ്ത്യൻ വെഡിങ് ആണ് കഴിയുമ്പോൾ ഏകദേശം 5:30-5 മണിയാവും. ഇത് കഴിഞ്ഞ് ആ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷനിൽ വന്ന് വീട്ടിൽ വരുമ്പോൾ തന്നെ 8 മണിയാവും. ഈ വർക്ക് എടുത്തില്ല. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ തൃശ്ശൂരാ പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു 5:30 ആകുമ്പോൾ വർക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഒരു 10-10:30 ആവും. ഇത് രണ്ടും ബാക്കപ്പും ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് ഒരു 12 ആവും. പിറ്റേന്ന് പിന്നെ 5 മണിക്ക് എണീറ്റ് പോകേണ്ടത്. ഇതാണ് 5 മണിക്ക് പോകണമെങ്കിൽ ഒരു 4 മണിയാകുമ്പോഴെങ്കിലും ഏറ്റവും മിനിമം എണീക്കണം. അപ്പോൾ ഈ സാധനത്തിന് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഫുഡിങ് കറക്റ്റാവില്ല, കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ ടൈമിങ് ഫുഡ് കഴിക്കൽ കറക്റ്റാവില്ല. ശാരീരികമായിട്ട് അപ്പോൾ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ തുറക്കാൻ തുടങ്ങും.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ കിടന്ന് വിളിച്ച് ഊവി വർത്താനം പറഞ്ഞത്. പലയിടത്തും നമുക്കും ആ ഒരു കാര്യത്തിനായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ ഇവൻറ്റുകാരോട് സൗണ്ട് കുറയ്ക്കാൻ പറയാം. പിന്നെ എന്തെങ്കിലും മ്യൂസിക് സിസ്റ്റം വെച്ചിട്ട് ഇതുണ്ടാവുമല്ലോ പ്ലേ ചെയ്യുന്നവർ, അവരും നല്ല സൗണ്ടിലേ ഇവിടെ ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കുറച്ച് ലൈറ്റായിട്ട് എന്ന് വെച്ചാൽ സൗണ്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ രസം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടച്ചു പറയാൻ പറ്റൂല. ലോക്കല് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ ഭയങ്കര സൗണ്ട് കയറ്റി വെക്കുന്നത്. പ്രീമിയം വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആരും ചെയ്യില്ല അല്ലേ? അത്യാവശ്യം പ്രീമിയം വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങനെയല്ല, അറിയില്ലാത്തവർ ചിന്തിക്കാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാത്തവർ, ഈ രീതിയിൽ എക്സ്പീരിയൻസ് കുറവില്ല. എക്സ്പീരിയൻസ് കണ്ടില്ല. പുതുതായിട്ട് ഇവന്റ് ചെയ്യുന്നവരൊക്കെ അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടൊക്കെ തന്നെ ചെയ്യാൻ ലൈറ്റും സൗണ്ടും എന്തായാലും സൗണ്ട് അങ്ങനെ ഒരു ഇങ്ങനെ പുതിയത് ഭയങ്കര തിരക്കുള്ള ദിവസമായതുകൊണ്ട് സ്റ്റേജിൽ ഒരു മനുഷ്യനില്ല. ഇപ്പൊ ഈ പറഞ്ഞാൽ നമ്മൾ വിളിച്ചു പോയി പറഞ്ഞു എല്ലാം. സ്റ്റേജിൻ്റെതായിട്ട് ആരും ഇല്ല അവിടെ. സ്റ്റേജ് ഡെക്കറേഷൻ്റെ കേക്ക് ഒന്ന് മാറ്റി വെക്കുവോ അല്ലെങ്കിൽ എല്ലാം ഇവരാണല്ലോ ചെയ്യുന്നത്. ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. നോർമലി ഡെക്കോറേറ്ററാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങോട്ട് മാറ്റി വെക്കുക ഇങ്ങോട്ട് മാറ്റി ഇതൊക്കെ ഇവർ ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സ്റ്റേജിൽ ആരുമില്ല, ഒരു അനാഥ കിടക്കുക സ്റ്റേജ്. അപ്പം നമ്മൾ തന്നെ ഇവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നു, പിടിക്കുന്നു വെക്കുന്നു. അതിനിടയ്ക്ക് ഒരു ക്ലാസ് കാണാൻ പൊട്ടിപ്പോയി, അത് വേറെ കാര്യം. അതായത് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പം വലിയ ഗ്രൂപ്പ് വരുമ്പോൾ കസേര ഇടണം, അതെല്ലാം നമ്മൾ തന്നെ ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നു. പിന്നെ എടുത്ത് അതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. അത് നമ്മുടെ കയ്യിൽ നിന്ന് അതായത് സാധനം മാറ്റിയിട്ട് ടേബിള്, ചെറിയ ടേബിളിൽ മറ്റേ വൈൻ ഗ്ലാസ് അത് എന്ന് വെച്ചാൽ സാധാരണ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് പോവാമല്ലോ. ഇതിപ്പോ ആ സ്റ്റേജിൽ തന്നെ ഇരിക്കുക. സാധനം പൊട്ടിപ്പോയപ്പോഴത്തേക്കും ഉടനെ അവിടെ നിന്ന് അങ്ങ് മാറി അവന്മാർ വന്നിട്ട് പറയും അതിൻ്റെ പൈസ തന്നു. ഇവിടെ ഉത്തരവാദിത്തം വേണ്ടത് നമുക്കല്ലല്ലോ, അവർക്കാണല്ലോ ഇതിന് വേണ്ടത്. ഇത് ഇവരുടെ എക്യുപ്മെന്റ്സ് ഇവരാണ് കെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കേണ്ടത്. ഇങ്ങനത്തെ ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കാനാണ് പല ആൾക്കാർ അവർ തന്നെ കയറി ഇറങ്ങി മാറ്റി വെക്കുന്നത്. അടി ഇത് നമ്മൾ പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് മാത്രമല്ല ആ സ്റ്റേജ് ആണെങ്കിൽ ദുരന്തമായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ ആദ്യം ഓർത്ത് കസ്റ്റമർ എടുത്ത് പറയണ്ട. കാരണം നമ്മളെല്ലാം ഒരു തൊഴിൽമേൽ വർക്ക് ചെയ്യുന്നവരാണ്. വേണ്ട പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു. ആ സ്റ്റേജിലെ നിരത്തിട്ടിരുന്ന മാറ്റി ഉണ്ടായിരുന്നു. കറുകറുന്നിരിക്കുന്ന മാറ്റ് എല്ലാം വെള്ളമാറ്റാണല്ലോ. ആ വെള്ളമാറ്റിനകത്ത് മൊത്തം പശ ഒട്ടിക്കുന്ന പശയ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം. ബാക്കിലെ സ്റ്റേജ് വന്നിരിക്കുന്ന മാറ്റേന്നുണ്ടല്ലോ, ഒരു സ്പ്രേ ഫ്രെയിം ഉണ്ടാവല്ലോ, ആ ഫ്രെയിമിൽ നിറച്ച് ചെളി. ആ ഫ്രെയിമിനകത്ത് ഒരു ചന്ദ്രക്കല പോലത്തെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. ആ ഫ്ലവർ പുറകെ നോക്കിക്കുമ്പോൾ ചിരിഞ്ഞിരിക്കും, ടിക്ക് പോലെ ഇരിക്കുന്നത്. ചന്ദ്രക്കല്ല ടിക്ക് പോലെ. അല്ല വെച്ചേക്കുന്ന വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ സാധനം ഈ സാധനം സ്റ്റേജിന് ബ്യൂട്ടി തോന്നണമെങ്കിൽ ആൾക്കാർ ഒന്ന് നിന്ന് കഴിയുമ്പോഴാണ് സ്റ്റേജിൽ കാണാൻ പറ്റും. ആൾക്കാർ നിന്ന് കഴിയുമ്പോൾ ചെയ്യാൻ വേണ്ടി ഈ സാധനം വെക്കണ്ട. ആൾക്കാർ കഴിയുമ്പോഴത്തേക്കും ബാക്ക് വെക്കുന്ന ഫ്ലവർ ഡിസൈൻസ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഒരു പക്കത്തില്ലല്ലോ. കാരണം ഇത് ആൾക്കാർ നിന്ന് കഴിയുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആൾക്കാർ ഫുൾ കാണാൻ പാകത്തിന് ഒരു ഫ്രെയിം പോലെ ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് ഇത് അങ്ങനെയൊന്നും അത് എന്നിട്ട് അവന്മാർ നമ്മളോട് പോയിന്റ് കൊടുക്ക്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, പൈസ തന്നേക്കാൻ മതി. ഇപ്പം ഇവരുടെ എക്യുപ്മെന്റ്സ് വിളിക്കേണ്ട ഉത്തരവാദിത്തം ഇവർക്ക് തന്നെയാണ്. കാരണം നമ്മുടെ അറിയാലോ, നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു ലെൻസൊക്കെ താഴെ പൊട്ടിപ്പോയിട്ടുള്ള ആ സംഭവം വേറെയാ. അതൊന്നും ഓർക്കുന്നുണ്ടല്ലോ. ഒരു ആന വർക്കിന് ഒരു വെഡിങ്ങിന് ഒരു ചേച്ചി നേരെ വന്ന് ഒരു ചേച്ചി വന്ന് നേരെ വന്ന് ലെൻസുമായിട്ട് ഒട്ടിച്ചു വന്നു. ഒരു സാധാരണക്കാരി ചേച്ചി ബ്യൂട്ടീഷ്യന് പോകാനുള്ള ധൃതിയിൽ ഇറങ്ങി പോകുമ്പോൾ ഒറ്റ തട്ട് കൈക്കിട്ടും തട്ടിയിട്ട് അങ്ങ് പോയി. എന്നിട്ട് ശ്രാവണ്ടായിന്നാണ് ലെൻസും ബോഡിയും രണ്ടായിട്ട് പോകാൻ നേരം ബ്യൂട്ടീഷ്യൻ ഇറങ്ങിയൊരു പോക്കും പോയി. പുള്ളിക്കാരത്തിനെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തെ ഉത്തരവാദിത്തം വരുന്നില്ല. നമ്മളതിന് പറയാൻ പോകുന്നില്ല. അതിന് എത്ര 10-30,000 നഷ്ടം തന്നെ. അത് മൊത്തം നമ്മൾ തന്നെ തയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ആവുന്നില്ല. അല്ല ഗ്ലാസ്സുകാർക്ക് അന്നേരം അവർക്ക് ഭയങ്കര ഒരു ഗ്ലാസ് എത്ര രൂപ? 100-200 രൂപ കൂടി പോയി 500 രൂപ 600 അങ്ങനെ കഴിച്ചു ഒരു ഗ്ലാസ് കൊടുത്തു. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പേയ്മെന്റ് മേടിച്ചില്ല കേട്ടോ. പറയാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതുപോലെ ഇത് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു വീഡിയോഗ്രാഫർ സ്റ്റേജ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഞാനവിടെ കപ്പിളെടുക്കാൻ നിൽക്കുന്നു. പുള്ളി ഡെക്കർ ഫുള്ള് കവർ ചെയ്യാനായിട്ട് പുള്ളിക്ക് പോകുന്നു. പുള്ളി പോകുന്ന സമയത്ത് പുള്ളി സ്റ്റേജ് എടുക്കുന്ന ഈ റാമ്പുണ്ടല്ലോ, റാമ്പ് വെച്ചു. അപ്പോൾ റാമ്പിൽ അത് ഇതുപോലത്തെ വൈൻ ഗ്ലാസ് അല്ല പുള്ളി പൊട്ടിച്ചത് കുറച്ചുകൂടി കൂടിയൊരു ഗ്ലാസ്സാണ്. ഈ റാമ്പിൽ നീട്ടത്തിൽ കുറ്റി കഴിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ക്യൂബായി പോലെ.
അതിൽ ഏറ്റവും ഹൈറ്റുള്ള ക്യൂബ് തട്ടിയിട്ട് പൊട്ടിച്ച് പുള്ളി ഇങ്ങനെ റോഡ് ഇങ്ങനെ എൻ്റെ വന്ന് ഷോൾഡർ തട്ടു എങ്ങനെയാണ് താന്ന് വന്നപ്പോഴേ എൻ്റെ തട്ടി മറിച്ച് ആ ഏറ്റവും വലിയ ക്യൂബ് നിലത്ത് വീണ് പൊട്ടിപ്പോയി. ഇവൻ്റെ പെട്ടെന്ന് വന്ന് ഇറക്കി മാറ്റി. പുള്ളി ചോദിച്ചു എത്രയായിട്ടായിട്ട് പേയ്മെൻറ്റ് എത്രയാണെന്ന് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി വേണ്ട സുഹൃത്തെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഇതിവിടെ വെക്കേണ്ട ഒരു കാര്യമുള്ള കാര്യമല്ല. പിന്നെ അവിടെ 2 സൈഡിലും ഇങ്ങനെ നിരത്തിയൊരു കുറച്ച് ട്യൂബ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരത് അപ്പം തന്നെ എല്ലായിടത്തും മാറ്റി. സംഭവം വെച്ചാൽ ഞാൻ റാമ്പിലേക്ക് ഇനിയും ആൾക്കാർ കയറും, അത് ഇനിയും തട്ടി പറയാനുള്ളത് അതവർക്ക് ബോധ്യപ്പെട്ടു. അവരത് അവിടെ നിന്ന് എടുത്ത് മാറ്റി. റാമ്പിന് ചെറിയ ഇളക്കം ഉണ്ടായിരുന്നു.